അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എനിക്ക് സ്തുതി എന്നൊക്കെ വളരെ ചെറുതായി പോയത്. നീ ഇത്രയല്ലേ ഉള്ളൂ, അത്ര മതി. എന്റെ അച്ചോ എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ആ കൊച്ചിൻ ഹൈദ്രോസ് കത്തിയായിട്ട് നടപ്പുണ്ട്. എന്തിനാ കുഞ്ഞാടെ നിന്നെ കൊച്ചി ഹൈദ്രോസ്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അവന്റെ ആടിനെ ഞാൻ വെറുതെ ഒന്ന് എടുത്തു, അതിനാ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നേ. ഒരു ആടിനെ വെറുതെ എടുത്തതിന് എന്തിനാ കൊല്ലാൻ വരുന്നേ? എന്റെ പൊന്നച്ചോ, അവന്റെ ആടിനെ അവനോട് ചോദിക്കാതെ ഞാൻ അറിയാതെ കറി വെച്ചു. അത് തെറ്റാണോ അച്ഛാ? സാത്താന്റെ കുഞ്ഞെ, അതിനെ പറയുന്നത് മോഷണം എന്നാണ്. കുഞ്ഞാടെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആ ഹൈദ്രോസിന്റെ ആടിനെ മോഷ്ടിച്ചിട്ട് മരിച്ച് സ്വർലോകത്ത് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നീ അവന്റെ ആടിനെ എടുത്തോ, അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്റെ പൊന്നച്ഛ, അതൊക്കെ കുറെ നാൾ കഴിഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലേ പറയുന്നേ. അപ്പൊ ആടും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, അവനും ഉണ്ടാവും, ചിലപ്പോ അച്ഛനും ഉണ്ടാവും. അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്തേക്കാൻ പ്രശ്നം തീർന്നില്ലേ? അയ്യോ അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ. എന്റെ കുഞ്ഞെ, ഞാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ പൊന്നച്ഛ, എന്തെങ്കിലും ഒരു വഴി കാണും, എന്നെ രക്ഷിക്ക്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എടാ, എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഈ ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് ഒരു പന്നിയും രക്ഷപ്പെട്ടില്ല. പന്നി. അച്ഛോ, ഞാനൊരു വഴി കാണുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞാനൊരു വഴി കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, ഞാൻ വേറെ വിളിച്ചോളാം. എടാ പന്നി, നിന്നെ വിടില്ല. എടാ ഞാൻ വിടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ. അച്ഛാ, ഓ, ആ ശശി ഇങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ ശശിയെ കണ്ടില്ലല്ലോ. അച്ഛാ, എന്ത് തെമ്മാടത്തിനും കാണിച്ചെന്നറിയാമോ? എന്താണ്? എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ആടിനെ അവൻ കൊന്നു നിന്നച്ചാ. അവനെ കൊല്ലണം. ആ കൊല്ലണം, അതാണ് ഞാൻ വന്നത്. അച്ഛറിയോ, ഒരു ഗുണ്ടയായ എന്റെ ആടിനെ പൊട്ടിക്കാൻ ഉണ്ട എങ്ങനെ തയ്യാറാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ശശി. അവൻ ഇവിടെ ഇങ്ങോട്ടോ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഇങ്ങോട്ട് എവിടെ? ഇങ്ങോട്ട് വന്നവൻ. ഞാൻ ഇവിടെ വരെ കണ്ടല്ലേ ഓടി വരുന്നത്. അച്ഛൻ അറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ഹൈദ്രോസേ. ഒരു വൈദികനോട് ചോദിക്കുന്നത്, കള്ളം പറയരുത്. എന്റെ ആടിനാണ് അവൻ കൊന്നു നിന്നത്. അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞു, അവൻ ഇവിടുന്ന് എവിടെ പോയിട്ടില്ല. എന്റെ ഹൈദ്രോസേ, ഞാൻ ചെകുത്താന്റെയും കടലിന്റെ നടുക്കെയാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛാ, ഉള്ളത് പറഞ്ഞോ. അവൻ എവിടെ ഉണ്ട്? അച്ഛൻ എവിടെ പോവില്ല. അവൻ മര്യാദയ്ക്ക് പറഞ്ഞോ. ഈ ഹൈദ്രോസ് ഉണ്ടല്ല, കത്തി ഒറേ നൂരിയാല് രക്തം കണ്ടിട്ട് ഇവിടെ കുത്തികള്. മര്യാദയ്ക്ക് പറഞ്ഞു. അയ്യോ ഹൈദ്രോസേ, ഞാൻ പറയാം. നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ കറുത്തിട്ടുള്ള ആ കുഞ്ഞു കള്ളനല്ലേ? അതെ, ആ കൊച്ചു കള്ളൻ എന്റെ ലോയ്ക്കുള്ളിലുണ്ട്. അയ്യേ, വൃത്തികെട്ടവൻ. ഹൈദ്രോസേ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞു കള്ളനല്ലേ? അത് തന്നെ. തെമ്മടത്തിൽപ്പെട്ടോ ആ കുഞ്ഞുകളൻ ലോഹയ്ക്കകത്തുണ്ടെന്ന ഒരു. നീ എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അറിയില്ല ദൈവമേ. സാത്താന്റെ കുഞ്ഞെ, എന്റെ ലോഹിക്കുള്ളിലുണ്ട് ആ കുഞ്ഞു കള്ളൻ. തെമ്മടത്തിൽപ്പെടില്ല, അച്ഛൻ നോക്കില്ല, കുത്തി മത്തുകളെ പന്നി. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പൊക്കി നോക്കിയോളൂ. അയ്യേ, എന്നാ ഞാൻ പൊക്കി തരാം. നീ പുറത്തേക്ക് പോടാ. നിന്നെ ആരാ വൈദ്യുതി കാണിച്ചതാ? വൈദികനാണ് പറഞ്ഞേ. ഒരു വൈദികനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ല. ഉണ്ടേ പുറത്തേക്ക് വന്നോളൂ. കുഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ലോഹയ്ക്കുള്ളിലെ വാസം? വാസമൊക്കെ സുഖപ്രദമായിരുന്നു അച്ചോ. ഒറ്റ അപേക്ഷയുള്ളൂ. എന്താണ്? വല്ലപ്പോഴും എങ്കിലും ഈ ലോഹേ ആ അരമനയൊക്കെ ഒന്ന് കഴുകിയിടച്ചോ. നിന്റെ കൊല്ലി. ഞങ്ങളിവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നതാ. അതെ, നന്നായി, ഞങ്ങൾ അവസരം തരുന്നു. എന്റെ മോൻ നന്നായിട്ട് കാണിക്കും. എന്ത്? മിമിക്രി. മിമിക്രിയിൽ എന്തൊക്കെ കാണിക്കും? എന്താണ് സ്റ്റേജിൽ കയറി വന്നാണ് അനാവശ്യം പറഞ്ഞു? അല്ല, പട്ടിന്റെ നായന്റെ ശബ്ദത്തിൽ മിമിക്രി നന്നായിട്ട് കാണിക്കൂ. ഇതിന്റെയൊക്കെ ശബ്ദം എടുക്കുന്നാണോ? നന്നായിട്ട് കാണിച്ചു കൊടുക്കടാ. സാർ, ഞങ്ങൾ നല്ല പട്ടിയുടെ പൂച്ചയുടെ പശിയുടെ അങ്ങനത്തെ സാധനങ്ങളുടെ സൗണ്ട് ഒക്കെ ഞങ്ങൾ നല്ല കാണിക്കും സാർ. ഞങ്ങൾ അല്ല മോനെ, ഈ പട്ടിയുടെ നായുടെയും പൂച്ചയുടെയും ശബ്ദം അല്ല വേണ്ട. അതൊക്കെ കൊച്ചുകുട്ടികൾ എടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ പുതുമയുള്ള പരിപാടി, രാഷ്ട്രീയക്കാരുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന് അനുയോജ്യമായ പരിപാടി വേണം ഇവിടെ അവതരിപ്പിക്കാൻ. അതെ സാർ, ഞങ്ങളുടെ നാട്ടിൽ കമ്പ്യൂട്ടറിലെ സാർ, ഞങ്ങളുടെ നാട്ടിൽ ടി വിയിലെ സാർ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ സാധനങ്ങളില്ല സാർ. ഞങ്ങളുടെ നാട്ടിൽ പട്ടി പൂച്ച നായ പക്ഷി അങ്ങനത്തെ സാധനങ്ങളില്ല സാർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാഷ്ട്രീയക്കാരെയാണ് അനുകരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ അനുകരിക്കൂ. അതെ,
അത് സാർ രാഷ്ട്രീയക്കാരെ പറഞ്ഞു ഞങ്ങളത് പട്ടിയിൽ കാണിക്കാം. സാർ അത് തികച്ചും പുതുമയുള്ള ഒരു പരിപാടിയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഒരു പട്ടിയിലൂടെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. ശരി. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. ശരി. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയായ രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവോ? രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ പ്രസംഗിക്കുന്നത് പട്ടി കാണിക്കണം. പട്ടിയിൽ കാണിക്കണം. കാണിക്കാം കാണിക്കാം സാർ. അങ്ങനെയാണ് സാർ, അങ്ങനെയാണ് സാർ. എല്ലാ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഉണ്ടല്ലോ, മൈക്ക് കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് തിന്നുമല്ലോ. അതെ സാർ. ഇത്തരത്തിലൊരു പ്രാസംഗികനായതുകൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജയിക്കാൻ പറ്റില്ല. പറ്റില്ല. ഇലക്ഷൻ സമയത്ത് ഓരോ സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് വോട്ട് യാചിക്കണം. ശരി സാർ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവോ? പട്ടിയിലൂടെ. ഓടി ചോദിക്കാൻ പോകുന്ന കാണിക്കാം. അതെ അതെ, നായ കാണിക്കാം. നായ കാണിക്കണം. കാണിക്കാം സാർ. അങ്ങനെയാണ് സാർ, അങ്ങനെയാണ് സാർ. വളരെ നന്നായിരിക്കുന്നു. ഇത്തരത്തിൽ വോട്ട് യാചിച്ചു കഴിഞ്ഞാൽ ഏതൊരു സ്ഥാനാർത്ഥി വിജയിക്കും. ശരി സാർ. ഇപ്പൊ നിങ്ങൾ ജയിച്ചൊരു മന്ത്രിയാണ്. ആ. ഇന്ന് നമ്മുടെ നാട്ടിൽ കൂട്ടുമന്ത്രിസഭയാണ്. ശരി സാർ. അപ്പൊ നിങ്ങളുടെ വകുപ്പിലേക്ക് കൂട്ടുമന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രി കൈകടത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്തരത്തിലാണ് പ്രതികരിക്കുക? അതായത് നമ്മുടെ വകുപ്പിലേക്ക് വേറെ ആൾ കൈ കടത്തിയാൽ എന്ത് ചെയ്യും? എങ്ങനെ പ്രതികരിക്കും. അത് സാർ ഞങ്ങൾ ഭക്ഷണം കഴിക്കണേ കാണിക്കാം സാർ. മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനോടാണ് പ്രധാനം, നേതാക്കന്മാർക്ക് പണത്തിനോട് പ്രധാനം. ശരി, അങ്ങനെ കാണിക്കാം. അപ്പൊ സാറൊന്ന് കൈ കടത്തിയാൽ മതി. ഞാൻ കൈ കടത്തണം? ഓ, കടത്താം കടത്താം. ഇങ്ങനെയാണ് സാർ. വളരെ നന്നായിരിക്കുന്നു. മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് നിങ്ങൾ ഒരു മന്ത്രിയായത്. അപ്പോൾ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ പല വാഗ്ദാനങ്ങൾ നൽകി മന്ത്രിയായപ്പോൾ ശരി സാർ. നിങ്ങളുടെ വാഗ്ദാനത്തിൽ കുടുങ്ങിയ ഒരു വോട്ടർ ഒരാവശ്യവുമായി നിങ്ങളെ സമീപിച്ചാൽ ആ സാധാരണ മനുഷ്യനോട് നിങ്ങൾ എത്തരത്തിലാണ് പെരുമാറുക? അതായത് നമ്മൾ ജയിച്ചു മന്ത്രിയായി, അപ്പൊ ആരെങ്കിലും ഒരു ആവശ്യമായിട്ട് വന്നാൽ എങ്ങനെ പെരുമാറും? സാറിന്റെ ആവശ്യമായിട്ടൊന്ന് വന്നു. ഞാൻ വരണം. ഞാൻ വരാം. ശരി സാർ. നമസ്കാരം സാർ, ഞാൻ നമ്മുടെ നിയോജക മണ്ഡലത്തിലാണ്, സ്വന്തം പാർട്ടിക്കാരനാണ്. അപ്പൊ അങ്ങ് ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞാൽ എൻ്റെ മകന്റെ ജോലിയുടെ കാര്യം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പാർട്ടി സെക്രട്ടറിയൊക്കെ കണ്ടപ്പോ സാറെന്നെ ചെന്ന് കാണാൻ പറഞ്ഞു. വേറെ ഒരു വഴി മകന്റെ എന്നോട് വേണ്ട. ഇങ്ങനെയാണ് സാർ, ഇങ്ങനെയാണ് സാർ. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ആ രാഷ്ട്രീയം എന്ന പേരും പറഞ്ഞ് ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ, ഉണ്ട് സാർ, ഉണ്ട് സാർ. ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിച്ചറിയാതെ വീണ്ടും ഇലക്ഷൻ എന്നൊന്ന് വരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുന്ന പാവം ജനത, ഈ ജനങ്ങളോട് ഇത്തരത്തിലുള്ള നേതാവിന് എന്താണ് പറയാനുള്ളത്? അതായത് ഇങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും വോട്ട് ചെയ്യാൻ പോകുന്ന ഈ പാവം ജനങ്ങളോട് എന്താ പറയാ? എന്താണ് പറയാനുള്ളത്? അല്ലേ ഒന്നും തോന്നരുത് കേട്ടോ സാർ. ഇല്ല, തോന്നില്ല.